അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷിതൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ? ഈ അറിവുകൾ പൊതുവെ അക്ഷരങ്ങളായിട്ട് കൈമാറ്റം ചെയ്യുന്ന പോലെ തന്നെ അറിവിൻ്റെ പ്രോസസ്സ് ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും റോൾ മോഡൽസിലൂടെയായിരുന്നു. നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് ശേഷം ഉണ്ടായി വന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അതിലേക്ക് നെടുനായകത്വം വഹിച്ച മനുഷ്യർ, നമ്മളെ വ്യവസായ മേഖലയിലും കലയിലും ശാസ്ത്രത്തിലും ആത്മീയതയിലും ഒക്കെ ഉണ്ടായ ഒരു വലിയൊരു മുന്നേറ്റം, അതിൽ നിന്ന് ഉയർന്ന കുറേ മാതൃകാ സ്വരൂപങ്ങൾ, എല്ലാവർക്കും സ്വീകാര്യമായ സ്വരൂപങ്ങളുണ്ടായിരുന്നു. ഈ ജനറേഷന് മുമ്പിൽ പൊതുവിൽ സ്വീകാര്യമായ റോൾ മോഡൽസിൻ്റെ ഒരു അഭാവം ഏതെങ്കിലും തരത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? റോൾ മോഡൽസ് പലപ്പോഴും നമ്മളിലെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഊട്ടിയുറപ്പിക്കാനേ സഹായിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, റോൾ മോഡൽസ് ഉണ്ടാകേണ്ട കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ അത് അത്തരം ഒരു കാലഘട്ടം ഉണ്ടാകുന്നില്ല. കാരണം ഇപ്പോൾ വളരെ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ ഒരു റോൾ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇവോൾവ് ചെയ്ത് വരുന്ന ആൾ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ അത്തരത്തിൽ അല്ല വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമുക്ക് ഈ ചില രാഷ്ട്രീയ ഇതൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്ന ബ്രാൻഡിങ് വരുമ്പോഴേക്കും അതൊരു വേറൊരു തരം ഇൻ്റലിജൻസ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പം അത് റോൾ മോഡൽ ഈ സെൽഫ്ലെസ് ആയിട്ടൊക്കെ ഇത് ചെയ്യണം എന്ന് മനുഷ്യൻ്റെ ഒരു ബോധത്തിലുണ്ടാകുന്ന കാര്യമാണല്ലോ. ഇത് ഇറങ്ങിത്തിരിച്ച് ചെയ്തേ പറ്റൂ എന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ആളുകളുടെ കാലഘട്ടം ഇന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റോൾ മോഡൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ മൾട്ടിപ്പിൾ ക്ലാസിക്കുകൾ, ഇപ്പോൾ പെയിൻറ്റിങ്, ഇപ്പോൾ ഡാവിഞ്ചി എന്നൊക്കെ പറയാം, അങ്ങനെയല്ലല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് ആർട്ടിസ്റ്റ് അല്ലേ. എത്രയോ ആർട്ടിസ്റ്റ് പെയിൻറ്റേഴ്സ് ഉണ്ട്, എത്രയോ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. പണ്ട് കുറസോവ എന്നോ റേ എന്നോ ഒക്കെ പറയുന്നത് അങ്ങനെ ഓരോരുത്തർ അവിടെ അടൂരെന്നോ അരവിന്ദ് എന്നൊക്കെ പറയും ഇങ്ങനെ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരെയും കുറേ പേരെ അന്വേഷിക്കാനുള്ള സ്പേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഘട്ടത്തിൻ്റെ, അതാണ് റിനൈസൻസ് പീരീഡ്. ഇപ്പോൾ ഫ്രഞ്ച് റിനൈസൻസ് നമ്മൾ പറയും, 15-ാം നൂറ്റാണ്ട്, അല്ലെങ്കിൽ ഇവിടെ നവോത്ഥാനം എന്നൊക്കെ പറയും. ആ ഘട്ടത്തിൽ അങ്ങനെയുള്ള സമൂഹം ഇവിടെ നിലനിന്നത് കൊണ്ടാണ് അതിനെ ഭേദിക്കാൻ ഇത്തരം ആളുകൾ വരേണ്ടി വന്നില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ആളുകൾ വരിക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഘട്ടം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ചും കൂടി ഉപഭോഗമായിട്ടുള്ളൊരു സമൂഹം, നമുക്ക് എന്തും കാശ് കൊടുത്താലേ കിട്ടുള്ളൂ. ആ കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനം കാശില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പൈസ എന്ന് പറയുന്നൊരു ഇതാകുന്നു, ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു ഘടകമാകുമ്പോഴേക്കും അനിവാര്യമായിട്ട് തന്നെ ആളുകൾ ആ ഒരു ഇതിലേക്ക് കൊണ്ട് ചിന്തിച്ചു തുടങ്ങും. പണ്ട് കലാകാരൻ കാശ് മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറച്ചിൽ പോലെ. ഇന്നൊരു പ്രൊഫഷണലിസമൊക്കെ വന്നു, പൈസ പാട്ട് ചെയ്താൽ ഇത്ര. അപ്പോൾ ചില ഇവനൊക്കെ എന്താണ് ഇവിടെ വെറുതെ സ്റ്റുഡിയോയിൽ വെറുതെ പാട്ടുണ്ടാക്കിയാൽ കഴിഞ്ഞിത്ര എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ട്, ഒരു വിഭാഗമുണ്ട്. പണ്ട് തൊട്ടേ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. ഒരു പാട്ട് അങ്ങനെ ഇപ്പം ഞാനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു 30% പാട്ടുകളും ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. അത് എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻകാർ വരും, അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വരും. അപ്പം നമ്മൾ പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ നമുക്ക് തോന്നാറില്ല, ചെയ്യേണ്ടതില്ലെങ്കിൽ പോലും. കാരണം ഇപ്പം എനിക്ക് ചാരിറ്റി ചെയ്യണമെങ്കിൽ തന്നെ അത് ഞാൻ ഉണ്ടാക്കുന്ന പൈസ എന്നല്ലേ ചെയ്യേണ്ടത്, അല്ലാണ്ട് മറ്റൊരാളുടെ ഐഡിയയിലല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് പലപ്പോൾ. പിന്നെ അത് അവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സഹകരിക്കുന്നു എന്നേ ഉള്ളൂ. പലയിടത്തും മനസാക്ഷി കൊണ്ട് നോ എന്ന് പറയാൻ പറ്റില്ല. അത് അവർ ചെയ്യുന്ന ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, നമ്മളെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. പക്ഷേ അവിടെയും ഈ ക്യാപിറ്റൽ മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് ജീവിക്കുക കോമ്പറ്റീറ്റീവ് വേൾഡാണ്, നമ്മുടെ ചുറ്റും സാധനങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനെ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ പൈസ വേണം അല്ലേ, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പൈസ വേണം. അപ്പോൾ ഇത് ഉണ്ടാക്കണമല്ലോ, അത് ഒരു വഴി. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു സെൽഫ്ലെസ് ആയിട്ടൊരാൾക്ക് സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, പിന്നെ ഈ സമൂഹം തിരിച്ചെന്ത് ചെയ്യുന്നു എന്നുള്ള അവരൊന്നും ആലോചിച്ചിട്ടില്ല. സമൂഹം വളരെ മോശമായിട്ടാണ് അവരെയൊക്കെ തിരിച്ച് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരു ബാധ്യതയും അവർ കാണിച്ചിട്ടില്ല, സമൂഹം റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടില്ല.
കാരണം അവർക്ക് അവരുടെ കാര്യം വരുമ്പോഴത്തേക്ക് അവർ നോക്കുക. അതുകൊണ്ട് ഇപ്പോൾ ദരിദ്രൻ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ ദരിദ്രൻ ധനികനാകുന്ന അവസ്ഥയിൽ അവൻ മാറുകയാണ്, അല്ലാതെ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ മാറുമ്പോഴേക്കും അവൻ തന്നെ മാറുകയാണ്. ഈ അവസ്ഥ മാത്രമാണ് സമൂഹത്തിൽ നിൽക്കുന്നത്, അല്ലേ? ധനികത്വം അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് മാത്രം നിൽക്കുന്നത്. ആൾ മാറുമ്പോൾ അയാൾ മറ്റേ ചേരിയിലേക്ക് പോവുക ചെയ്യുന്നു. അത്രേ ഉള്ളൂ തന്നെ. അതിനകത്ത് വേറെ ആളുകൾ പൊതു സമൂഹമൊന്നും ആ ഒരു ബാധ്യതയൊന്നും കാണിച്ചിട്ടില്ല. നമ്മളെന്തൊക്കെ സൗകര്യങ്ങൾ ആരൊക്കെ മൂലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് എന്നുള്ളൊരു ഇതൊന്നും അവരാലോചിക്കാറില്ല പൊതുവെ. ചരിത്രബോധം കുറവായിട്ട് തോന്നിയിട്ട് പുതിയ തലമുറയിൽ. അത് മാത്രമാണ് കാരണം അവർക്ക് അതിനുള്ള ഇടമില്ല. ചരിത്രം അന്വേഷിക്കാനുള്ള ഇടം നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഒരു പാഠം പഠിച്ച് പരീക്ഷയിൽ പോകുന്നുള്ളതല്ലാണ്ട് ചരിത്രം അറിയേണ്ടതില്ല മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു സംഗീതത്തിലൊക്കെ ഞാൻ കാണാറുണ്ട്. പുതിയ തലമുറയ്ക്ക് പഴയ പാട്ടുകളൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല. എന്താ സംഭവിച്ചതെന്നൊന്നും അവർക്കറിയില്ല. കാരണം പുതിയതുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മില്യൺസ് ഓഫ് സോങ്സ് ഉണ്ടാകുന്നു, അത് കേൾക്കുന്നു, അതിൻ്റെ പുതിയ സങ്കേതങ്ങൾ എന്താണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണുന്നു. മൗലികതയെ അവർ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മൗലികം എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് അല്ലേ? നമ്മളുടെ ചിന്ത എന്താണ്, എല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ കളിയാണല്ലോ മൗലികം. നമ്മൾ തീവ്രമായിട്ട് അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോകുന്നുള്ളതല്ലാതെ മൗലികത എന്ന് പറയുന്നത് ഒരാൾ അവൻ ചെയ്യുന്ന കാര്യം ജെനുവിനാണെന്ന് അവന് ധാരണയുണ്ടെങ്കിൽ അത് മൗലികം തന്നെയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതാണ് മൗലികത, നീ ചെയ്യുന്ന മൗലികമല്ല എന്ന് നമ്മൾക്ക് പറയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. നേരത്തെ കലാകാരൻ്റെ അവസ്ഥ പറഞ്ഞപ്പോഴാണ് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ ചെയ്തിട്ടുണ്ടല്ലോ. കളിയച്ഛനിൽ ഈ ഓരോ വേഷവും കെട്ടിയാടുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേകത ഞാൻ കണ്ടത്, എല്ലാം സോപാന സംഗീതവും ആയിട്ടുള്ള ഉപകരണങ്ങൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സിംഫണി കയറുന്നുണ്ട്. എല്ലാം പാദത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു അത് ആ മെർജിങ് ഭയങ്കര അതങ്ങനെ ഓപ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാരണം? അല്ല, ഞാൻ ഒരു ഡ്രാമ അതിനകത്ത് വരുന്നുണ്ട്. ആലോചിക്കുന്നത് വെച്ചാൽ മ്യൂസിക് എന്ന് പറയുന്നതിന് അത് ഒരു വാദ്യത്തിൻ്റെ പുറത്തേക്ക് ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വാദ്യത്തിന് സ്വന്തമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കവിയുടെ വാക്ക് പോലെ അത് വാദ്യം വയലിനിൽ നമ്മൾ ഇങ്ങനെ ബോ ചെയ്തൊരു സൗണ്ട് പുറപ്പെടുവിച്ചാൽ പിന്നെ മ്യൂസീഷ്യൻ ഇത് വയലിൻ വായിച്ചതല്ലേ എന്ന് ചോദിക്കും, ഒബ്വിയസ്ലി. പക്ഷേ നമ്മൾ അത് പറയാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗിറ്റാറിൽ നിന്നൊരു തന്ത്രി മീട്ടിയൊരു ശബ്ദം വന്നാൽ അതൊരു റെസണൻസ് മാത്രം, ഒരു നാദമാണത് വരുന്നത്. നമ്മളത് വരുത്താനൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അനാദിയോ അനന്തമോ ആയ റെസണൻസിനെ ആയിട്ട് നമ്മൾ കണ്ടാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തുടിയും തപ്പും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അത് മാത്രം ഇട്ട് ഇത് ചെയ്യേണ്ടി വരും. അത് ഈ ശബ്ദം പിന്നീട് റെസൊനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ശബ്ദമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അല്ല? സൗണ്ട്സ്കേപ്പിൽ ആ ശബ്ദം നമ്മളെ നിയന്ത്രിക്കുന്നു. വെതർ അത് വയലിനിൽ നിന്നാണെങ്കിലും മറ്റേ പുള്ളുവൻ വീണയിൽ നിന്നാണെങ്കിലും എല്ലാത്തിനും തിയറി ഒന്ന് തന്നെയാണല്ലോ, തന്ത്രിവാദ്യമാണ്. അല്ലെങ്കിൽ വീണയോ ഗിറ്റാറോ എല്ലാം ഇത് തന്നെ, സ്ട്രൈക്ക് ചെയ്ത് വായിക്കുന്നത് തന്നെ. ഇപ്പോൾ വയലിൻ പോലെ തന്നെ റൂ എന്ന് പറയുന്ന ചൈനീസ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഫിഡിലുണ്ട്, അല്ലെങ്കിൽ സാരംഗിയുണ്ട്, ദിൽറുബയുണ്ട്, മറ്റേ അങ്ങനെ ഇതുണ്ട്, അല്ലേ? യസ്രാജുണ്ട്. അങ്ങനെ ഇതേ തിയറിയിൽ തന്നെ പല കാലഘട്ടങ്ങളിലും പല ദേശങ്ങളിലും പല നേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒരേ പ്രിൻസിപ്പിളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, അന്യോന്യം അറിയാതെ തന്നെ. അപ്പോൾ അതിലൊന്നും ആ കാലത്തിലൊന്നും ഒരു കഥയില്ല ശരിക്കും. ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ ഇൻഫിനിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു സാഹചര്യത്തെ ആയിരിക്കണം ആ നാദം ഡിനോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് കാണാൻ ഇഷ്ടം, എല്ലാത്തിലൊന്നുമല്ല, പ്രത്യേകിച്ച് കളിയച്ഛൻ പോലെയുള്ളതിലൊക്കെ അങ്ങനെയാണ് കാണാൻ ഇഷ്ടം. അതിനകത്ത് ആ ക്യാരക്ടറിൻ്റെ ഒരു ഡ്രാമ, ആ ഒരു 6-7 സെക്കൻഡ് ഉള്ളൂ. അതെ അതെ, നിറവ് വരണമെങ്കിൽ അത് നമ്മൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ അറിവിൽ എന്താണ് നിറവ് നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടി വരും. അത് കളിയച്ഛനോ അല്ലെങ്കിൽ പി കുഞ്ഞിരാമൻ നായരായിട്ടും സിംഫണിക്കോ അല്ലെങ്കിൽ ഓർക്കസ്ട്രൽ അറേഞ്ച്മെൻ്റ് ഒന്നും ഒരു ബന്ധവുമില്ല. ബട്ട് വി ആർ
ബ്രിങ്ങിങ്, അന്നേരത്തെ ഭാവതലം ഭാവതലം നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്.